ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഷിഫ്റ്റിംഗ് തിയറവും ഒക്കെ പഠിച്ചു. ഷിഫ്റ്റിംഗ് തിയറത്തിൽ എന്താ മാറ്റം എന്ന് പഠിച്ചു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൂൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചല്ലേ. ഇനിയും തിരിച്ചാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ ആദ്യം പഠിച്ചത് ഇങ്ങനെയാണ്: ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ട് കിട്ടുന്ന പരിപാടി. ഇനി ലാപ്ലേസിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പോവാം. ഇനി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ആൻസർ ഇത് ഇസ് ഈക്വൽ ടു, അപ്പം എന്തായിരിക്കും? ഇവന് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം 1 എന്താ? 1/s. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s ഇസ് ഈക്വൽ ടു 1. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3/s ഇസ് ഈക്വൽ ടു 3. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a ഡിവൈഡഡ് ബൈ s ഇസ് ഈക്വൽ ടു a. ദാറ്റ്സ് ഓൾ. അതാണ് ഇൻവേഴ്സ് ലാപ്ലേസ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അറിയാമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് അറിയാം. ഇപ്പോൾ വേറെ എക്സാമ്പിൾ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s². അപ്പം എന്തായിരിക്കും? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/s². അപ്പോൾ തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇസ് ഈക്വൽ ടു ടി ആണ് ആൻസർ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അറിയാമെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അറിയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1. 1 ഡിവൈഡ് ബൈ s റൈസ് ടു n പ്ലസ് 1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഡിവൈഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 ഇവിടെ 10 ആണെങ്കിൽ ദാറ്റ് ഈസ് t റൈസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. തിരിച്ചു നോക്കിയോ, ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തോ, ഇത് വരും. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s² വരുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആവും. അപ്പം t റൈസ് ടു 1/1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് t. കറക്റ്റാണ്. അല്ലെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s³ അപ്പോൾ വരുമ്പോൾ എന്തുമായിരിക്കും? 3 വന്നാൽ t² ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇവിടെ s റൈസ് ടു 4 ആണെങ്കിൽ t³ ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ അതായി. ഇനിയും അടുത്തത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഡിവൈഡ് ബൈ s പ്ലസ് എ അല്ലെങ്കിൽ s മൈനസ് എ. അത് s മൈനസ് എ. s മൈനസ് എ ആരുടെയാണ്? s മൈനസ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. e റൈസ് ടു 80 അല്ലേ 1/s മൈനസ് എ. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s മൈനസ് എ ഇസ് e റൈസ് ടു 80. അപ്പോൾ ഒരു ഫോർമുലയുടെ ആയി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s മൈനസ് എ ഇസ് ഈക്വൽ ടു e റൈസ് ടു 80. അപ്പോൾ ഇവിടെ s പ്ലസ് എ ആയാലോ? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s പ്ലസ് എ ഇസ് ഈക്വൽ ടു e റൈസ് ടു -80. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പഠിക്കാം. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 80. പഠിച്ചതാ. a ഡിവൈഡഡ് ബൈ s² പ്ലസ് a². അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഡിവൈഡ് ബൈ s² പ്ലസ് a² ചോദിക്കുവാണെങ്കിൽ എന്താ വ്യത്യാസം? a ഇങ്ങോട്ട് ചാടിക്കുക, ദാറ്റ് ഈസ് sin 80 ബൈ a. ഈ എയുടെ ക്യാൻസൽ ചെയ്യല്ലേ, ആംഗിളിനകത്ത് sin 80 ബൈ a അല്ലെങ്കിൽ 1/a sin 80. ഇതുപോലെ തന്നെ ഇൻവേഴ്സ് ഇപ്പോൾ തന്നെ കിട്ടി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s ഡിവൈഡ് ബൈ s² പ്ലസ് a² ഇസ് cos 80. ഇനിയും ഇവിടെ മൈനസ് ആണെങ്കിലോ? ഇവിടെ മൈനസ് ആണെങ്കിൽ എന്ത് വരും? ഇവിടെ sin 80 അല്ല sin h 80 ആവും. ഇവിടെ മൈനസ് ആണെങ്കിൽ cos 80 അല്ല cos h 80 ആവും. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ 1 ഡിവൈഡഡ് ബൈ s മാത്രം ടൈപ്പ് s പ്ലസ് 100 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എസിന് പവറില്ല ആണെങ്കിൽ ഉറപ്പിച്ചോ അത് e റൈസ് ടുവിൻ്റെ സംഭവത്തിലേക്ക് പോകും. ഇനി ഇവിടെ കാണും സ്ക്വയർ വരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ s² പ്ലസ് 3s പ്ലസ് 5 സ്റ്റൈലിൽ വന്നാൽ
നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോ, ഇത് സൈനും കോസും ഒന്നും നടക്കൂല. സോറി ഇ റൈസ് ടു നടക്കത്തില്ല. ഈ സ്ക്വയർ വന്നതുകൊണ്ട് ഒന്നുകിൽ സൈൻ അല്ലെങ്കിൽ കോസ് അങ്ങനെ വരൂ. അതാണ് നിങ്ങൾ ഇൻവേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എസ് മാത്രമാണെങ്കിൽ ഇ റൈസ് ടു വരും. എസ് സ്ക്വയറുകൾ വന്നാൽ എന്ത് വരും? സൈനോ കോസോ വരും. അതല്ലാതെ എസ് ക്യൂബൊക്കെ വന്നാൽ ഉറപ്പിച്ചു ഇതിനപ്പുറമുള്ള പരിപാടികളാണ്. ഓക്കെ, ഇനിയും കുറച്ച് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തിയാലേ നമുക്ക് ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ ചില നമ്പറൊക്കെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരാളൊരു ക്വസ്റ്റൻ ഇട്ടു, എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതൊന്ന് പൊത്തിപ്പിടിക്കുക, എസ്സിൽ നിന്നുള്ള ചേഞ്ച് ഒന്ന് മാറ്റി പഠിക്കുക. അപ്പോൾ ഇതെന്തുവായി? എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16. കണ്ടിട്ടുണ്ടോ? ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് എ സ്ക്വയർ ആ, സത്യം പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ്. 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? പ്ലസ് ആണ്. അപ്പം സൈൻ അല്ല കോസ്. മേളിൽ എസ് ഉണ്ടോ? ഇല്ല. അപ്പം സൈൻ. മേളിൽ എസ് ഉണ്ടായിരുന്നെങ്കിൽ കോസ് ആയനെ. ഇത് പ്ലസ് ആയതുകൊണ്ട് സൈനോ കോസോ വരത്തുള്ളൂ. മൈനസ് വന്നാലേ സൈനച്ചോ കോസച്ചോ വരുള്ളൂ. ഇത് പ്ലസ് ആയതുകൊണ്ട് സൈനോ കോസോ. മുകളിൽ എസ് ഇല്ല, സോ സൈൻ 80. എ ഇവിടെ 2 ആ, 4 ആണ്. 4 എയുടെ സ്ക്വയർ. ഓക്കെ, സൈൻ 40 ബൈ 4. പക്ഷേ ഇങ്ങനെയാണോ ഈ ക്വസ്റ്റ്യൻ വന്നേ? എന്ത് സംഭവിച്ചു? എസ് കാണുന്നിടത്ത് എസ് മൈനസ് എ ആക്കി. ആരാണ് എസ് കാണുന്നിടത്ത് എസ് മൈനസ്? ഷിഫ്റ്റിംഗ് റൂളാണ്. എസ് കാണുന്നിടത്ത് എസ് മൈനസ് എ ആക്കി. അത് ആരാ ചെയ്യുന്നത്? സാധാരണ നമ്മളിങ്ങനെ ഷിഫ്റ്റിംഗ് റൂൾ പഠിച്ചില്ലേ, ഇ റൈസ് ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ എസ് കാണുന്നത് എസ് മൈനസ് 3 ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇ റൈസ് ടു 3t ഉണ്ട് എന്നാണ് അർത്ഥം. സോ ഇതിൻ്റെ ആൻസർ ഇസ് ഇ റൈസ് ടു 3t സൈൻ 40 ബൈ 4. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. ആദ്യം നമ്മൾ ഇവനെ മറച്ചു വെച്ചിട്ടുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, പിന്നെ അവനെ ഇൻക്ലൂഡ് ചെയ്യുക. എസ്സിനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ആണ്. ആ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇ റൈസ് ടു ആണ്. എസ് മൈനസ് ടൈപ്പ് ആണെങ്കിൽ ഇ റൈസ് ടു 80. എസ് പ്ലസ് ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് 80 കൂടെ വരും. അപ്പം ഇങ്ങനെയാണ് ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഇച്ചിരി കൂടിയൊരു എക്സാമ്പിളിലേക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. എൽ ഇൻവേഴ്സ് ഓഫ് 3s മൈനസ് 137 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മുടെ ഗ്യാസ് പോകും. പക്ഷെ അങ്ങനെ ആവരുത്. ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ വന്നത് സ്ഥിതിക്ക് ഇത് സൈനോ കോസോ, സൈനച്ചോ കോസച്ചോ വരും, ഉറപ്പാണ്. പക്ഷേ നമ്മുടെ സൈനിലോ കോസിലോ സൈനച്ചിലോ കോസച്ചിലോ ഒക്കെ സൈനെ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ ഒരു സ്റ്റൈലിലാണ് വരണ്ടേ. ഇവിടെ എല്ലാം കൂടെ വിടർത്തിയിട്ടേക്കാം. ആ പരിപാടി നടക്കില്ല. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്കൂളിൽ പഠിച്ചൊക്കെ ഓർമ്മ വേണം. സ്ക്വയർ കംപ്ലീറ്റ് ആദ്യം അവിടെ നിൽക്കട്ടെ, എൽ ഇൻവേഴ്സ് അവിടെ നിൽക്കട്ടെ. ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത് 3s മൈനസ് 137 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s. ബാക്കി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എസിൻ്റെ കോയഫിഷ്യൻ ദാറ്റ് ഈസ് +2, അതിൻ്റെ പകുതി ദാറ്റ് ഈസ് +1, അതിനെ സ്ക്വയർ ചെയ്യണം. +1ൻ്റെ സ്ക്വയർ +1 തന്നെ, അത് തന്നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. ഇപ്പം ചേഞ്ച് ഒന്നും ഇല്ലല്ലോ, ഇല്ല. +401. അങ്ങനെ ചെയ്താൽ ആദ്യത്തെ 3 ടേം ദാറ്റ് ഈസ് ദിസ് ഈസ് 3s മൈനസ് 137 ഡിവൈഡഡ് ബൈ ഈ 3 ടേം എന്ന് പറയുന്നത് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആവും. ഇനി ഇത് രണ്ടും കൂടെ ആരാവും? 401 നിന്ന് 1 പോയാൽ 400 കണ്ടോ? യെസ്. ഇത് നോക്കിയേ, താഴെ 1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് മുകളിലത്തെ നോക്കണ്ട, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എസ് സ്ക്വയർ അവിടെ എന്തോ ചേഞ്ച് സംഭവിച്ചു, അതും വിട്ടു. ഇതും നോക്കണ്ട, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ സൈൻ അല്ലേ? ഓക്കെ. പക്ഷെ എസിന്റെ സ്ഥാനത്ത് എന്ത് സംഭവിച്ചു? എസ് പ്ലസ് 1 ആയി. ദാറ്റ് ഈസ് ഇ റേസ് ടു എസ് പ്ലസ് 1. അപ്പൊ ഇ റേസ് ടു മൈനസ് ടി അവിടെ ഇടപെട്ടിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് ടി എന്ത് ചെയ്യുന്നത്? എസ് കാണുന്നിടത്തല്ല എസ് പ്ലസ് 1. പക്ഷെ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മാനിപ്പുലേറ്റ് ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ ഇതിനെ ഒരു മാനിപ്പുലേഷൻ ചെയ്യാൻ പോവുക. ഞാൻ എസ് കാണുന്നിടത്തെല്ലാം എസ് പ്ലസ് 1 ആക്കണം അല്ലേ? അപ്പോൾ 3 ഇൻറ്റു എസ് കാണുന്നിടത്ത് എസ് പ്ലസ് 1 ആക്കി. പക്ഷെ അപ്പം നോക്കി 3s പ്ലസ് 3
3s ഉള്ളൂ ഇവിടെ. +3 വന്നാൽ ഇവിടെ -3 കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. -137. ഞാൻ എന്തിനാ -3 കൊടുത്തേ? 1 അല്ലേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്താൽ -1. ആ -1ഉം 3 3 × -1 -3 അങ്ങനെ ആക്കി വെച്ചേ ഉള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 400. ഇനി ഞാൻ ഇന്ന് വൃത്തിയാക്കുക. ഇത് രണ്ടും കൂടെ എത്രയാവും? -137 + 3 140. ഇനി ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് 3 × s+1 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 400 മൈനസ് 140 × 1 ഡിവൈഡഡ് ബൈ s+1 the whole square plus 400. സെപ്പറേറ്റ് ചെയ്തു. ഇനി L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. L ഇൻവേഴ്സ് ഇവിടെ, L ഇൻവേഴ്സ്, അപ്പോൾ ഇവിടെ L ഇൻവേഴ്സ്, ഇവിടെ L ഇൻവേഴ്സ്. അപ്പോൾ 3 അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് L ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ, 140 ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് L ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ, L ഇൻവേഴ്സ്. നോക്കിയേ, ഇതെന്താ സംഭവിച്ചേ? ഇത് ആരുടെയാണെന്ന് കണ്ടറിയാമോ? 1 എന്തോ s ഡിവൈഡഡ് ബൈ s² പ്ലസ് a². എ ആരാ? അപ്പം ആരുടെ സ്ക്വയർ? 420 അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ സൈഡിലോട്ട് നോക്കണം. ഇതപ്പോൾ s² പ്ലസ് a², ദാറ്റ് ഈസ് ഇത് മുകളിലും s ഉണ്ട് അല്ലേ? ഈ +1 ഒന്ന് പൊത്തിപ്പിടിച്ച് നോക്കണം. അപ്പൊ ഇത് s സൈഡിലോട്ടാണ്, s ഡിവൈഡഡ് ബൈ s² പ്ലസ് 20യുടെ സ്ക്വയർ, ദാറ്റ് ഈസ് ഇത് cos 20t. അപ്പൊ cos 20t. അപ്പൊ ആൻസർ വരുമ്പോൾ ദിസ് ഈസ് 3 × cos 20t. പക്ഷേ അങ്ങനെയാണോ? എസ് കാണുന്നത് എന്താക്കി? s+1 ആക്കി. അപ്പൊ e⁻t ഇവിടെ വരും. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ഈസ് ഓക്കെ. ഇനി ഇതിന്റെ ഇൻവേഴ്സ് വരുമ്പോൾ നോക്കി, എസ് ഡിവൈഡ് 1 ഡിവൈഡഡ് ബൈ, അപ്പൊ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, -140 × ഇത് ആരുടെ ഇൻവേഴ്സാ? സൈൻ്റെ അല്ലേ? sin 20t ബൈ 20 അങ്ങനെയുണ്ട്. സൈൻ്റെ ഇൻവേഴ്സ് വരുമ്പോൾ ആ ബൈ എ വരും. അവിടെ എസ് കാണുന്നത് s+1 ആക്കിയുണ്ട്, e⁻t. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് ഞാൻ പറയില്ല അത്ര എളുപ്പമാണെന്ന്, പക്ഷേ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം, കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇൻവേഴ്സിലോട്ട് പോകാൻ പറ്റൂ, ലാപ്ലേസിലോട്ടേ പോകാൻ പറ്റൂ. ചുമ്മാതെ പഠിക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ പഠിക്കാം, പക്ഷെ ലാപ്ലേസിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പിന്നെ ആലോചിച്ചോണം, ഈസി ട്രിപ്പിൾ ഇ ആൾക്കാർക്ക് ലാപ്ലേസ് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈസി. അങ്ങോട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് ലാപ്ലേസ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ലാപ്ലേസ്. പക്ഷേ പഠിക്കാൻ ഇച്ചിരി പാടെടുക്കണം, പക്ഷേ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. ചുമ്മാ കാണാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ദയവ് ചെയ്ത് കാണാൻ പഠിച്ചുകൊണ്ട് ഫൈനൽ അങ്ങോട്ട് പോകരുത്, അത് നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യില്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എന്താ ഞാൻ ചെയ്തത്? ഞാൻ പലയിടത്തും ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പം ട്രാക്കിലേക്ക് എത്തിക്കണമെങ്കിൽ കൺസെപ്റ്റ് നല്ലതായിട്ട് വേണം. കൺസെപ്റ്റ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അപ്പുറത്തെ വീഡിയോ മുതലായിട്ട് കാണണം. ഓക്കെ, എന്നിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കണം, എന്നിട്ട് ഇങ്ങോട്ട് വരാവും. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി. L ഇൻവേഴ്സ് ഓഫ് 4s² + 3s + 5 ഡിവൈഡ് ബൈ s³ താഴെ s³ കാണുമ്പോഴേ നമ്മളുടെ ഗ്യാസ് പോകുമോ? പക്ഷെ അത് സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഓരോരുത്തരും s³ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് ആദ്യം 4s² 4/s ആയി, പ്ലസ് ഒരു s വെട്ടിപ്പോവും, 3/s² ആയി, പ്ലസ് 5/s³ ആയി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് L ഇൻവേഴ്സ് ഓരോരുത്തരെയും L ഇൻവേഴ്സ് അപ്ലൈ അല്ലേ? ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് 4/s പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 3/s² പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 5 ഡിവൈഡഡ് ബൈ s³. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വീണ്ടും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എടുത്ത് വെളിയിൽ കളയാം. ദാറ്റ് ഈസ് 4 × L ഇൻവേഴ്സ് ഓഫ് 1/s അറിയാം, 3 × L ഇൻവേഴ്സ് ഓഫ് 1/s² അതും അറിയാം, പ്ലസ് 5 × L ഇൻവേഴ്സ് ഓഫ് 1/s³ അതും അറിയാം. വാട്ട് ഈസ് 1/sന്റെ L ഇൻവേഴ്സ്? t അല്ലേ? സോ ദ ആൻസർ ഈസ് 4 × L ഇൻവേഴ്സ് ഓഫ് 1/s is t, 4t. ഇനി 1/s²ന്റെ 1/sന്റെ 1 അല്ലേ? സോ 4 അത്രേ ഉള്ളൂ. 1/sന്റെ 1 ആണ്.
പ്ലസ് ഇത് 1/s² ടി 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s² ഇസ് 3t 4 + 3t പ്ലസ് 5 ഇൻറ്റു 1/s³ ഇൻവേഴ്സ് ഓർമ്മയുണ്ടോ? 1/s³ ഓർമ്മയുണ്ടോ? 1/s³ ഒന്ന് കൂടുതലാണ്. ദാറ്റ് ഈസ് t²/2. ഇവിടെ 3 വന്നാൽ t²/2. ഇതാണ് ആൻസർ. കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് നോട്ട്ബുക്കിൽ ഇൻവേഴ്സ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നോക്കുക. എന്നാലേ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇനി നമുക്ക് ഇത്രയൊക്കെ ആയാൽ നമുക്ക് ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഓടിച്ചിട്ട് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പും യൂണിറ്റ് ഡെൽറ്റ ഫംഗ്ഷനും നോക്കാം. അത് കഴിഞ്ഞ് കൺവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് സ്റ്റെപ്പും യൂണിറ്റ് ഇമ്പൾസും നമുക്കൊന്ന് ഓടിച്ചു പോകാം, പക്ഷേ കൺവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഈ വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കുക. നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നതിന് മാക്സിമം ചെയ്യാൻ പോകുക. ഇതിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡിന് അപ്പുറം നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉണ്ടാവുന്നത് കൊണ്ട് ലാപ്ലേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.